അസ്സലാമു അലൈക്കും. റമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജോലിക്കാർക്ക്, ഒട്ടും സമയമില്ലാത്തവർക്ക്, ബാച്ചിലേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതായത് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കുറേ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് പാലപ്പം നമുക്ക് വീട്ടിൽ തന്നെ 1 മണിക്കൂറിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുത്തതായാലും എടുക്കാം, അതേപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിയതായാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇത് പത്തിരി, ഇടിയപ്പം ആ ഒരു ഇതിന് വേണ്ടി പൊടിക്കുമല്ലോ, ആ ഒരു പൊടിയാണ് എടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ പൊട്ടിൻ്റെ പൊടി ഒരിക്കലും എടുക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് കപ്പിലാണോ പൊടിയെടുത്തത് അതേ കപ്പിൽ, അതേ അളവിൽ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഉണ്ടാവരുത്. കട്ടകളൊന്നും ഇല്ലാതെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തത്, ഈ ഒരു അടുപ്പിലേക്ക് ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്തരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ശേഷം ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഈ കുറുക്കിയെടുക്കുന്നതിന് പറയുന്നതാണ് കപ്പി കാച്ചുക എന്നുള്ളത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് അതാണ്. അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. കരിഞ്ഞു പോകാൻ പാടില്ല. കൈവിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. അത് സമയത്തും ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഇത് കുറുകി വരാനായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി തന്നെ എടുക്കണം. വെള്ളം പൂർണ്ണമായി പോയിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ ഇതുപോലെ മാവ് ഇങ്ങനെ വിട്ട് വരും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കപ്പി കാച്ചിയത് ചൂടാറാനായിട്ട് വേറൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊടി ഉണ്ടായിരുന്നല്ലോ, അത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു പൊടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശേഷം അതിലേക്ക് നമ്മൾ കപ്പി കാച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സംഭവം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയാണ്, അതും കൂടെ ചേർക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഈസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. ഈസ്റ്റൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത ടിപ്പ് അതാണ്. നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ നോക്കി എടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വേണ്ടത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് ഇപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അരച്ച ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്രയും വെള്ളം മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഇവിടെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനൊരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ തിക്നെസ് കുറച്ച് കട്ടിയിലാണ് കേട്ടോ, ഭയങ്കര തിക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ല. ഈ ഒരു മാവ് പൊങ്ങണ സമയത്ത് കുറച്ചും കൂടെ കട്ടിയാവും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ വാങ്ങുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ കേട്ടോ. അതായത് ഇതിപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് അതായത് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ച് തിക്ക് കുറവാണ്. ആ രീതിയിൽ വേണം ഒന്ന് ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ ഞാനിത് വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയായതുകൊണ്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. അപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരളവിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ. ഇനി ആ ഒരു മാവ് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മുടെ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് 1 മണിക്കൂറിലൊക്കെ നമുക്ക് പൊങ്ങിക്കിട്ടും. ഇനി നിങ്ങളുടെ നാട്ടിൽ തണുപ്പാണ് കാലാവസ്ഥ എങ്കിൽ അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നല്ലോണം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയ ശേഷം ആ വെള്ളത്തിലേക്ക് ഈ ഒരു മാവ് ഇറക്കി വെച്ചാൽ മതിയാവും കേട്ടോ. ഒരിക്കലും വെള്ളം തിളയ്ക്കാനായിട്ട് പാടില്ല. ചൂടായി വന്ന വെള്ളത്തിലേക്ക് വേണം ഇറക്കി വെക്കാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറായപ്പോൾ ഇവിടെ മാവൊക്കെ നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ഈ ഒരു ഇതുപോലത്തൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറേ നേരം അങ്ങ് ഇളക്കാനൊന്നും നിൽക്കണ്ട, ഇത്രയും ഇളക്കിയാൽ മതി. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അപ്പത്തിൻ്റെ പാത്രം ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അപ്പത്തിന് നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോഴും അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം ആയിരിക്കണം. കൂട്ടിയും വെക്കാൻ പറ്റില്ല, കുറച്ചും വെക്കാൻ പറ്റില്ല കേട്ടോ. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവ് ഒഴിക്കുമ്പോൾ തന്നെ അത് കൂടിപ്പോവും. രണ്ടാമത്തത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബബിൾസ് ഒന്നും വരില്ല. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ അപ്പമൊക്കെ ചുട്ടെടുക്കാൻ കേട്ടോ. ഈ അപ്പത്തിൻ്റെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി ഫുള്ളായിട്ട് മാവൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ അപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിലൊന്ന് ചുറ്റിച്ചെടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരത്തിന് ഉള്ളിൽ തന്നെ ഇതിലേക്ക് ബബിൾസൊക്കെ ഇങ്ങനെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബബിൾസൊക്കെ വന്ന് ഫുള്ളായിട്ട് ബബിൾസ് ഇങ്ങനെ പൊട്ടിയ ശേഷം ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതാ ഇവിടെ മുഴുവൻ ബബിൾസും വന്ന് കഴിഞ്ഞ് പൊട്ടി വന്നിട്ടുണ്ട്. ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ദാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടിൽ അടിപൊളി പാലപ്പമാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫ്ലെയിമാണ്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ മാവ് കറക്റ്റായിട്ട് വരില്ല. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബബിൾസ് ഒന്നും പൊട്ടി വരില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. കണ്ടില്ലേ, നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള പാലപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ പാലപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീഫ് റോസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ വെജ് കുറുമയോ അല്ല മുട്ട റോസ്റ്റിൻ്റെ കൂടെയൊക്കെ ഈ ഒരു പാലപ്പം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1 കപ്പ് പൊടിയിൽ നിന്ന് എനിക്ക് 13 അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഒട്ടുന്നൊക്കെ, ഒട്ടില്ല. കണ്ടില്ലേ, ഒട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ലവ് യു ആൻഡ് ബൈ.